ശരി, പി ആർ സുനിൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. പി ആർ സുനിൽ, ഓരോ ഇന്ത്യക്കാരനോടും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയാണ് ഈ ധർണയുടെ ഭാഗമാകാൻ, ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ശബ്ദം അവഗണിക്കപ്പെടരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. മാധു, തീർച്ചയായും ഇന്ന് ഒരു അസാധാരണ നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാളായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷം അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്നിരുന്നു. ആ വസതിയിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എല്ലാ കോൺഗ്രസ് എംപിമാരും എത്തി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെത്തി. പെട്ടെന്ന് തന്നെ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയായിരുന്നു, നമ്മൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നുവെന്ന്. അങ്ങനെ ഒരു ഫ്ലാഷ് മാർച്ചാണ് യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് നടത്തിയത്. ഒരു അസാധാരണ മാർച്ച് തന്നെയാണ് കോൺഗ്രസ് ഇന്ന് നടത്തിയത്. അത് പ്രധാനമന്ത്രിയുടെ വസതിയുടെ പ്രധാന ഗേറ്റിന് മുമ്പിൽ വരെ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിൽ അങ്ങനെയൊരു സമരം, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ എത്തുന്ന ഒരു സമരം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്തൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പരിസരത്തേക്കൊക്കെ തന്നെ സമരങ്ങൾ എത്തിയിട്ടുണ്ട്. അന്ന് ഹുറിയത്ത് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടത്തിയ സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗങ്ങൾ പലപ്പോഴും നടക്കാറുള്ളത് പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകനായി ഞങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ ഉള്ളിൽ ചെന്നിരുന്ന് ആ മന്ത്രിസഭാ യോഗങ്ങൾക്ക് ശേഷം ഇറങ്ങി വരുന്ന മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം വരെ 2004 ശേഷമുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ഈ പ്രദേശങ്ങളൊക്കെ തന്നെ അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവിടേക്ക് സമരങ്ങളൊന്നും തന്നെ എത്താത്ത രീതിയിൽ, അവിടേക്ക് പ്രതിഷേധങ്ങളൊന്നും തന്നെ എത്താത്ത രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. അപ്പോൾ ആ സുരക്ഷാ വലയങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഇങ്ങനെയൊരു സമരവുമായി എത്തിയിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, അങ്ങനെയുള്ള വലിയൊരു നിര തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ സമരത്തിന്റെ ഭാഗമായി തുടരുകയാണ്. നേരത്തെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് അവിടെ എത്തുകയും രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ വ്യക്തമാക്കിക്കൊണ്ട് കൈ വിലങ്ങ് ധരിച്ചുകൊണ്ട് അത് ഉയർത്തി കാണിച്ച് രാജ്യത്തെ തന്നെ വിലങ്ങണിയിക്കുന്ന ഒരു സർക്കാർ എന്നൊരു സന്ദേശം, രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ സമരവുമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ എന്നിവർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കുത്തിയിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്, വലിയൊരു രാഷ്ട്രീയ സമരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നാളെ രാഷ്ട്രപതി ഭവനിലേക്ക് ഇതേ രീതിയിൽ വലിയൊരു മാർച്ച് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ നടത്തി വരികയായിരുന്നു. അതിനു മുന്നോടിയായാണ് ഇപ്പോൾ ഒരു ഫ്ലാഷ് മാർച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇങ്ങനെയൊരു മാർച്ച് നടത്തിയത്. നമ്മൾ ഈ കാണുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയുടെ പ്രധാന ഗേറ്റാണ്. അതായത് തീൻമൂർത്തിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വരുന്ന റോഡിൽ ഉള്ള പ്രധാന മുഖ്യ ഗേറ്റ്, പ്രധാനമന്ത്രി എന്നും പാർലമെന്റിലേക്ക് പോകണമെങ്കിൽ ഇറങ്ങേണ്ട ഗേറ്റ്, ആ ഗേറ്റിന് മുന്നിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന സുരക്ഷാ വീഴ്ച എന്നൊക്കെ തന്നെ വിലയിരുത്താം. പക്ഷേ അല്പം മുമ്പ് രേണുകാ ചൗധരിയെ പോലുള്ളതാക്കിയിട്ടുണ്ട്, അതെവിടെ വേണമെങ്കിലും നടത്താം. പ്രധാനമന്ത്രിയായാലും ആരായാലും അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രിവിലേജ് ഇല്ല. അതുകൊണ്ട് സമരങ്ങൾ, പ്രതിഷേധങ്ങൾ അത് എവിടെയും എവിടെയും നടത്താം. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം എവിടെയും ഇടപെടലിലൂടെയാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇങ്ങനെ ഒരു സമവായ ശ്രമത്തിന് വേണ്ടി എവിടേക്ക് എത്തിയത്. പക്ഷെ സമവായ ശ്രമത്തിന് വഴിപ്പെടാനില്ല എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഏറെ നേരം അവിടെ നിന്നതിന് ശേഷമാണ് ജിതേന്ദ്ര സിംഗ് മടങ്ങുകയും ചെയ്തത്. പ്രധാനമന്ത്രി അല്ലാതെ യാതൊരു പ്രതികരണവും ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടോ, ഈ ഇന്നലെ നടന്ന ദില്ലി പോലീസിന്റെ നരനായാട്ടുമായി ബന്ധപ്പെട്ടോ നടത്തിയിട്ടില്ല. അത് പാർലമെന്റിൽ പോലും അത്തരം കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് തങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് എന്നതാണ് കോൺഗ്രസ് എംപിമാരുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതികരണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇല്ലായിരുന്നു. പാർലമെന്റിൽ പ്രധാനമന്ത്രി ഇല്ലാത്തത് കൊണ്ടാണ് തങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇല്ല. മാത്രമല്ല
പാർലമെന്റിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി നൽകുന്നില്ല എന്ന ആക്ഷേപം കൂടി കോൺഗ്രസിനുണ്ട്. ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ അനുമതി വേണം, അവസരം വേണം എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. സമയം നൽകാം എന്ന് സ്പീക്കർ പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് സഭ സമ്മേളിച്ചപ്പോൾ സ്പീക്കർ തന്നെ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ സഭയിൽ അവസരം നൽകുന്നില്ല, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് പോവുക, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോയി പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് നേരിട്ട് കേൾക്കുക, ആ നിലയിലേക്ക് പ്രതിഷേധം കൊണ്ടുവരാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു, ഒരു മിന്നൽ പ്രതിഷേധമായിരുന്നു, ഒരു മിന്നൽ നീക്കമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 12 വർഷത്തിനിടയിൽ ദേശീയ തലത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി നമ്മൾ ഇപ്പോൾ ഇതിനെ കാണണം. അത് ഒരു നിസാര രാഷ്ട്രീയ നീക്കമല്ല, അതൊരു വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയ ഈ സമരം അതുകൊണ്ട് തന്നെ ഒരു നിസാര സമരമല്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക്, മോദിയുടെ വസതിക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു സമരം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സമരങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അതിന് പരിസരത്ത് പോലും എത്താൻ കഴിയാത്ത രീതിയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ലാത്തി ചാർജ് നടത്തുകയും ഒക്കെ തന്നെ ചെയ്ത് ആ സമരങ്ങളെ തടയുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയുടെ പ്രധാന ഗേറ്റിന് മുമ്പിൽ വരെ ഈ സമരം എത്തി എന്നുള്ളതാണ്. അത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലാണ് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ആ അതീവ സുരക്ഷാ മേഖലയിൽ ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കം, ഒരു സമര നീക്കം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു. അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ഇതുപോലുള്ളൊരു സമരം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു സമരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടന്നിട്ടില്ല. അവിടെ വലിയ സുരക്ഷാ മേഖലയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് ചുറ്റും നോക്കിയാൽ തന്നെ സൈനികരുടെ വലിയ കാവലുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്ത സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതീവ സുരക്ഷാ മേഖലയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുൻപ് മൻമോഹൻ സിംഗിന്റെ കാലത്തൊക്കെ തന്നെ ഇത്രയും സുരക്ഷയില്ലായിരുന്നു. അന്നൊക്കെ മാധ്യമപ്രവർത്തകർക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്കുള്ളിലേക്ക് കയറി ഇരിക്കാമായിരുന്നു. അവിടെ മാധ്യമപ്രവർത്തകർക്ക് ഇരിക്കാനുള്ള ഇടമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് മന്ത്രിസഭാ യോഗങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന മന്ത്രിമാരെ കാണാം, സംസാരിക്കാം, അവരുടെ ബൈക്ക് എടുക്കാം, അതിനൊക്കെയുള്ള അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10-12 വർഷമായി നരേന്ദ്രമോദി വന്നതിന് ശേഷം അങ്ങനെയല്ല സ്ഥിതി. മാധ്യമങ്ങൾക്ക് അവിടെ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി, അവിടെ സമരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി, ആ പ്രദേശത്തേക്ക് ഒന്നും തന്നെ അടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെയാണ് ഇതുപോലെ ഒരു സമരം നടക്കുക എന്ന ചോദ്യമൊക്കെ തന്നെ പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ രേണുകാ ചൗധരിയെ പോലുള്ള നേതാക്കൾ അതിന് ശക്തമായ മറുപടി നൽകുന്നുണ്ട്. സമരം എവിടെയും നടക്കും. ആ സമരം ജനാധിപത്യ സംവിധാനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, ജനാധിപത്യ സംവിധാനങ്ങൾ തകരുന്നുവെന്ന് തോന്നുമ്പോൾ അതിനെതിരായ സമരങ്ങൾ രാജ്യത്തെവിടെയും നടക്കും. ആ സമരങ്ങൾ നടക്കുന്നതിൽ ആർക്കെങ്കിലും പ്രത്യേക പ്രിവിലേജ് ഇല്ല എന്ന് രേണുകാ ചൗധരിയെ പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ സമര സ്ഥലത്തേക്ക് വീണ്ടും പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ മന്ത്രി ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ വീണ്ടും വരികയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ കേന്ദ്രമന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ്. പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടത്തുന്നത്, വേണ്ട നീക്കങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ കേന്ദ്രമന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ്. ജിതേന്ദ്ര സിംഗ് വീണ്ടും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം തിരികെ ജിതേന്ദ്ര സിംഗ് വീണ്ടും മടങ്ങി വരികയാണ്. തീർച്ചയായും അതിലൊരു അദ്ദേഹത്തിന് പറയാനൊരു ഫോർമുല ഉണ്ടാകും. അതിന് പ്രതിപക്ഷം മടങ്ങുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.